എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവമായ രസമാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് രസം. അതുപോലെ തന്നെ അത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇവിടെ നിന്ന് കാണിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് രസം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു ടീസ്പൂണ് മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണിലും പകുതി കുറച്ച് ഉലുവ. ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അതിന് ശേഷം അതേ മിക്സിയിലേക്ക് തന്നെയാണ് ഞാൻ മറ്റ് ചേരുവകളൊക്കെ ചേർത്തെടുക്കുന്നത്. ഒരു 5 ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 7 അല്ലിയോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് 2ആയി മുറിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് അരഞ്ഞൊന്നും പോകണ്ട, ഈ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കല്ലിലിട്ടൊന്ന് കുത്തിയെടുത്താലും മതിയാകും. ഇനി നമ്മുടെ രസത്തിന് ആവശ്യമായിട്ടുള്ള ഇത്രയൊരു പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുളിവെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പൊടിയാണ് ചേർക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അധികമായിട്ട് മൂപ്പിച്ചെടുക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആ സംഗതികളാണ് ചേർത്തെടുക്കുന്നത്. അതും ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു തക്കാളി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്, അതും ഈ രീതിയിലൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. തക്കാളി വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്നിട്ടാൽ മതിയാകും. ഇനി അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പുളിയുടെ വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. ഏകദേശം 1 കപ്പോളം പുളിവെള്ളം ഉണ്ടായിരുന്നു, അത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് രസത്തിന് ആവശ്യമായ വീണ്ടും 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ 1 ടീസ്പൂണോളം ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി അതും ചേർത്തെടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ ഇത് പെട്ടെന്ന് തിളച്ച് കിട്ടും. അപ്പോൾ ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1-2 കാര്യങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ചൊരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയാണ്, അതൊരു 1/2 കപ്പോളം ഉണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മല്ലിയില കൂടി ചേർക്കുമ്പോൾ നമ്മുടെ രസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഫ്ലെയിം ഓഫാക്കി മൂടി വെക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റിന് ശേഷമൊക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്